ISL പ്ലേ ഓഫ് കാണാതെ ബ്ലാസ്റ്റേഴ്സ് പുറത്ത്. ജംഷഡ്പൂരിനെതിരായ മത്സരം സമനിലയിൽ അവസാനിച്ചതോടെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതകൾ അവസാനിച്ചത്. ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് മുന്നിലായിരുന്നുവെങ്കിലും 86-ാം മിനിറ്റിൽ സെൽഫ് ഗോളിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് സമനില വഴങ്ങിയത്. വിവരങ്ങളുമായി ഖിലാഫ് അഹമ്മദ് ചേരുന്നു. ഖിലാഫെ, നിരാശയാണല്ലോ ബ്ലാസ്റ്റേഴ്സിനപ്പോൾ ഒരു പ്ലേ ഓഫ് സാധ്യത ഇനി സ്വപ്നങ്ങളിൽ പോലുമില്ല അല്ലേ? തീർച്ചയായും സേതുലക്ഷ്മി, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കപ്പ് എന്ന മോഹം ഈ ഒരു സീസണിൽ നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഈ ഒരു സീസണിലും ആ ഒരു നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. കഴിഞ്ഞ ഈ ഒരു സീസൺ ഉൾപ്പെടെ 11 വർഷമായി ISL കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഒരു ട്രോഫി പോലും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. അതേസമയം കേരളത്തിനെതിരെയുള്ള മറ്റു ടീമുകൾക്കൊക്കെ പ്രാദേശിക ലീഗുകളിലൊക്കെ കപ്പുകൾ ഉണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കപ്പില്ലാത്ത നിരാശയിൽ തന്നെയാണ് ആരാധകരും. ഈ ഒരു വർഷം തന്നെ കേരളത്തിൻ്റെ ആരാധകരുടെ നിരാശ പരസ്യമായി തന്നെ അവർ പ്രകടിപ്പിച്ചിരുന്നു. ബാനറുകൾ ഉയർത്തിയും അതേപോലെ സ്റ്റേഡിയത്തിനകത്തും മാനേജ്മെൻറ്റിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഒക്കെ ഉയർത്തിയായിരുന്നു ഇപ്രാവശ്യം ആരാധകർ അവരുടെ രോഷം പ്രകടിപ്പിച്ചത്. ഈ ഒരു സീസണിൽ മിക്കൽ സ്റ്റാർ, ആദ്യം പരിശീലകനായി എത്തിയിരുന്ന മിക്കൽ സ്റ്റാർ സീസണിൻ്റെ ഒരു ഘട്ടത്തിൽ ടീമിനോട് വിട പറഞ്ഞു പോവുകയും തുടർന്ന് ഒരു സഹപരിശീലകനായിരുന്ന TV പുരുഷോത്തമൻ ആണ് കേരളത്തിനെ കോച്ചായി പിന്നീട് നിലനിന്നത്. പിന്നീട് കേരളത്തിനെ നോക്കിയാൽ ഈ ഒരു സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച, കഴിഞ്ഞ സീസണുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമിലെ പ്ലെയേഴ്സിനെ നിലനിർത്താൻ സാധിക്കാത്തതും കേരളത്തിന് വിനയായി. പിന്നെ അതേപോലെ കേരള ക്യാപ്റ്റനായിരുന്ന അഡ്രിയാൻ ലിയോണയെ ആദ്യ മത്സരങ്ങളിൽ നഷ്ടപ്പെട്ടതും പിന്നീട് തിരിച്ചു വന്ന അഡ്രിയാൻ ലിയോണയ്ക്ക് ഫോം കണ്ടെത്താനാകാത്തതും കേരളത്തിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. ഇതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ആരാധകർക്ക് വലിയൊരു രോഷം തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിലേക്ക് വന്നാൽ ആദ്യ ഒരു പകുതി വരെ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് നിന്നെങ്കിലും അവസാന നിമിഷമാണ് ഈ ഒരു ജയം കൈവിട്ടതോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ പുറത്തായത്. സേതുലക്ഷ്മി. ശരി ഖിലാഫ്, അപ്പോൾ കലിപ്പടക്കാനും കപ്പെടുക്കാനും മഞ്ഞപ്പട ഇനിയും കാത്തിരിക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഖിലാഫ് അഹമ്മദ്, സ്പോർട്സ് ഡെസ്കിൽ നിന്ന്.